ശേഷം ഒരുപാട് മാറി. എന്നെ കാണണമെന്നില്ല, സംസാരിക്കണമെന്നില്ല. സത്യം പറയണം, ഞാനൊരു ശല്യമായി തുടങ്ങിയോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടിലെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നും പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നങ്ങൾ? അതൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ? ഇതന്നെ ഞാൻ പറഞ്ഞത്, എന്നോട് പഴയ പോലുള്ള അടുപ്പമില്ലാന്ന്. അടുപ്പമില്ലാഞ്ഞിട്ടാണോ സന്ധ്യയെ? നിനക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ ആദ്യം. അപ്പോഴേക്കും മറ്റാരെങ്കിലും എന്റെ കഴുത്തെ താലി കെട്ടിയിരിക്കും. അതിന് ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങാൻ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ ഇൻഷുറൻസ് എമൗണ്ട് ഉടനെ കിട്ടും. അതോടെ കല്യാണവും കഴിഞ്ഞ് നമ്മൾ പുതിയ ഫ്ലാറ്റിലോട്ട് താമസവും മാറ്റും. പിന്നെ ജീവിതമായി, പ്രാരബ്ധമായി, തമാശകളായി. ഫ്ലാറ്റിലേക്കൊന്നും ഞാനില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ കുറെ കാലം എനിക്ക് വിനയേട്ടന്റെ അമ്മയോടൊപ്പം താമസിക്കണം. അയ്യോ, എന്തേ? അല്ല, തുടക്കം തൊട്ടേ മാറി താമസിച്ചില്ലെങ്കിൽ പ്രശ്നമാ. പിന്നെ അമ്മായി അമ്മ പോരാവും, വഴക്കാവും. ഒരു വഴക്കം ഉണ്ടാവില്ല. അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതല്ല സന്ധ്യേ, അമ്മയ്ക്ക് തീരെ വയ്യ. മാത്രമല്ല, നിനക്കൊരു മനസമാധാനം അവിടെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ സഹിച്ചോളാം. അമ്മ എനിക്ക് വെച്ചോളമ്പി തരുമൊന്നും വേണ്ട. അമ്മയെ നോക്കാനും കൂടിയാ ഞാൻ വരുന്നത്. മാത്രമല്ല, ആ വീട് അമ്മ ചേച്ചിയുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുക. ആയിക്കോട്ടെ, എന്നാലും അമ്മയോട് ഉണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ ഫ്ലാറ്റിലേക്ക് മാറിയാ അത് ഞാൻ പറഞ്ഞിട്ടാണെന്നേ ആൾക്കാർ കരുതൂ. എന്തിനാ ഇല്ലാത്ത പാവം ഞാൻ തലയിലെടുത്ത് വെക്കുന്നേ? നീ ധൈര്യമായിട്ട് ചെല്ല്. ഇതിങ്ങനെ ഒരു അത്ഭുതത്തിൽ കൊണ്ടെത്തിക്കുന്നു ഞാനും വിചാരിച്ചില്ല. പറഞ്ഞാ വിശ്വസിക്കില്ല. അളി ഇങ്ങോട്ട് നോക്കിയേ. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇതുവരെ കണ്ട സുമതിയല്ലേ ഇവള്. കംപ്ലീറ്റ് മാറിപ്പോയി അളിയാ. അർദ്ധരാത്രി തന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ നിന്നതാ. പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി. അതുകൊണ്ടാണ് രാവിലേക്ക് ആക്കിയത് അല്ലേ? നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം കൂട്ടണ്ട. വിശ്രമിക്ക്. ഞാൻ ആ വൈദ്യരെ കണ്ടിട്ട് വരാം. വിവരങ്ങൾ മുഴുവൻ വിശദമായിട്ട് അവള് പറഞ്ഞു തരും. എനിക്കത് പറയാൻ പേടിയാ. നീ പറഞ്ഞു കൊടുക്ക്. നീ എന്തിനാ കരയണേ? എന്ത് കണ്ടെന്നാ പറയുന്നേ? ഞാനും അച്ഛനെ കണ്ടമ്മേ, എന്റെ പൊന്നച്ഛനെ. ഇന്നലെ രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോഴാ വെള്ളം തരുവോ, ഇത്തിരി വെള്ളം തരുവോന്ന് ആരോ ചോദിച്ച പോലെ തോന്നിയത്. എഴുന്നേറ്റ് നോക്കുമ്പോ ചേട്ടനടുത്ത് പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. പിന്നെ ആരാ ചോദിച്ചത്? ചേട്ടനല്ലാന്ന് മനസ്സിലായി. ശ്രദ്ധിച്ചപ്പോ കിണറിന്റെ അടുത്തുനിന്നാ വിളിക്കുന്നത്. ഞാൻ പതുക്കെ ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോ കിണറിന്റെ കരയിലുണ്ട് നമ്മുടെ അച്ഛൻ നിൽക്കുന്നു. അതേ വേഷം, അതേ ചിരി. എന്നെ കണ്ടതും മോളെ ഇത്തിരി വെള്ളം തരുമോന്ന് ചോദിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ചെന്ന് വെള്ളം കോരി ബക്കറ്റിൽ തന്നെ അച്ഛന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അച്ഛനത് മുഴുവൻ കുടിച്ചു. ഭയങ്കര ദാഹമായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിച്ചോളെ. എനിക്കും കൂടി ഉള്ളതാണ് ഇൻഷുറൻസിന്റെ പണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇനി ഞാൻ ഇവിടുന്ന് പോവില്ല, തല്ലി കൊന്നാലും പോവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അച്ഛൻ എന്നെ ജീവനാ. നിങ്ങൾക്ക് എന്നെ വേണ്ടാത്തത്. നീ പ്രസംഗം നിർത്ത്. എന്റെ അടുത്തല്ലാതെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലല്ലോ. അതാ പറഞ്ഞത്, മക്കളിൽ വെച്ച അച്ഛന് ഏറ്റവും ഇഷ്ടം എന്നെയാ. ഇങ്ങോട്ട് പടി. ചേട്ടാ, ഞാൻ പറയാം. ഇനി പറയാനുള്ളത് ഇവിടെ പറ. എടി, ഇൻഷുറൻസിന്റെ പണം പിരിക്കാനേ വേറെ മാർഗങ്ങളുണ്ട്. അതിൽ കൈയിട്ട് വരാൻ നീ അച്ഛന് 2 ബക്കറ്റ് വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്തുള്ള ഒരാൾക്കും അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. നിന്റെ നാവിൽ നിന്ന് ആരെങ്കിലും ഇതറിഞ്ഞാൽ നീ അടക്കം എല്ലാവരും ജയിലില്ല. എന്തായാലും എന്റെ ചേട്ടൻ ഒരിക്കലും ഇത് അറിയണ്ട. അങ്ങേരുടെ മനസ്സിലൊന്നും നിൽക്കൂല. അച്ഛ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഹോമം നടത്തണം. ചിറ്റപ്പന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ മോക്ഷകർമ്മം നടത്തണം. ആത്മാവിനെ ആൾരൂപത്തിൽ ആവാഹിച്ച് രാമേശ്വരത്തോ തിരുനെല്ലിയിലോ സമർപ്പിക്കണം. എനിക്കിനി ഈ കുറിപ്പിനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വയ്യ. എന്റെ പൊന്നിയേട്ടാ, നാട്ടിൽ എത്രയോ പേർ മരിക്കുന്നു. അവരാരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ലല്ലോ അനിയ. ഒള്ളി അവർ ചിറ്റപ്പൻ. അച്ഛന് ശാന്തി കിട്ടുന്നതിന് മോൻ എന്താ എത്ര വിഷമം? ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അത് പറയരുത്, അത് പറയരുത്. മരിക്കുന്നത് വരെ അച്ഛൻ നിങ്ങൾക്ക് സ്വന്തം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവായി. ആത്മാക്കളെല്ലാം പൊതുസ്വത്തല്ലേ? മാത്രമല്ല, ഇന്ന് അടിയോടി
നാളെ ചിറ്റപ്പൻ എന്റെ ദേഹത്താണ് കയറുന്നതെങ്കിലോ? ചേട്ടനെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ഇവന്റെ അമ്മയെ കണ്ട് സംസാരിക്കാം. അതെ, പഴമക്കാർക്ക് അതിന്റെ വില അറിയും. ആ, ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഹോമം നമുക്ക് എല്ലാവർക്കും കൂടി നടത്താം. ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ നിന്നും മാറി നിന്നാ മതി. അതൊന്നും വേണ്ട, ഈ ഹോമമല്ലാതെ വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. അതെ, സാർ, സമയവും സന്ദർഭവും നോക്കി വേണം പരാതി തരാൻ. അല്ലാത്തരുതൊന്നും പരാതിയായിട്ട് അംഗീകരിക്കില്ല. ഇയാൾ ഒരാഴ്ചന് ശേഷത്തോട്ട് വാ. ഓ ഓ ഓ ഓ. സാർ ഒരു മിനിറ്റ്. ഹോമം തീരുന്ന സമയത്ത് ആ. വീട്ടുകാർ മാത്രം മതിയെന്ന തന്ത്രി പറയുന്നത്. അതെന്താ ഇനി അങ്ങനെ? ആവാഹിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നാ ചിലപ്പോ ചാടി പിടിക്കുന്നത് ആ രൂപത്തിലേക്കായിരിക്കില്ല, നമ്മളിലേക്കായിരിക്കും. അയ്യോ, ആ. എന്നാ പിന്നെ പോകുന്നതാണ് നല്ലത്. ആഹോ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ആ, ഓക്കെ ഓക്കെ. എല്ലാരും പിരിഞ്ഞു പോകൂ. അല്ല അല്ല, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോകാം. ആ, പോകോ 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 പോ പോ പോ. അമ്മയെ വിളിച്ച് ഇവിടെ ഇരുത്തുക. ഞാൻ വരില്ല. നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ കർമ്മം നടത്തുമ്പോ ഞാൻ വരാം. നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്കതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? സരസു, ഇരിക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ ഒന്ന് വന്നേ. അമ്മേ, അതെ, അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തോണ്ട. സാരല്ല, പ്രായശ്ചിത്തം കഴിച്ച് നല്ലൊരു ദിവസം അറിയിച്ചാ മതി, ഞങ്ങൾ വരാം. അമ്മേ, എന്നാ വരട്ടെ. സരസു, അമ്മേ, സരസു, അമ്മേ. പിടിക്ക്, അമ്മേ, പിടിക്ക്. സരസു, സരസു, വിനയ, അമ്മ മിണ്ടുന്നില്ല. എനിക്ക് പേടിയാവുന്നു. തല ചുറ്റിയതാ, അല്പ കഴിയുമ്പോ ശരിയായിക്കോളും.